DGP ജേക്കബ് തോമസിനെതിരായ അഴിമതി ആരോപണത്തിൽ ലോകായുക്തയുടെ പ്രാഥമിക അന്വേഷണം. വിവരങ്ങളുമായി MR സജീഷ് ചേരുന്നു. സജീഷ്, വിവരങ്ങൾ. പ്രജീഷ്, തിരുവനന്തപുരം ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായ ബർഗി ഫെർണാണ്ടസ് ആണ് ജേക്കബ് തോമസിനെതിരെ പരാതി നൽകിയിട്ടുള്ളത്. റിസർവ് വനം കുടക് മേഖലയിൽ വാങ്ങി കൈവശം വെച്ചിരിക്കുന്നു, അനധികൃത സ്വത്ത് സമ്പാദനം, തുറമുഖ വകുപ്പിന്റെ ചുമതലയിലിരിക്കെ സാധനങ്ങൾ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പരാതി ഫയലിൽ ലോകായുക്ത സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പരാതി സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം ലോകായുക്ത ഉത്തരവിട്ടിട്ടുണ്ട്. രേഖകളും മൊഴികളും വിജിലൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങി പരിശോധിക്കുന്നതിനാണ് ലോകായുക്തയുടെ തീരുമാനം. ഇക്കാര്യത്തിൽ വിജിലൻസ് നേരത്തെ ചില അന്വേഷണങ്ങൾ നടത്തിയതായി വാദിഭാഗം ലോകായുക്തയെ അറിയിക്കുകയായിരുന്നു. ചില രഹസ്യ അന്വേഷണങ്ങൾ വിജിലൻസ് നടത്തിയിട്ടുണ്ട്, അതിന്റെ രേഖകൾ പരിശോധിക്കണമെന്ന് വാദിഭാഗം അറിയിച്ചു. ഈ ഘട്ടത്തിൽ വിജിലൻസ് ഡയറക്ടറോട് നേരിട്ട് ഹാജരാകുന്നതിനാണ് ലോകായുക്ത ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഡീഷണൽ സെക്രട്ടറി IT വകുപ്പ്, തുറമുഖ ഡയറക്ടർ തുടങ്ങിയവർക്കും ലോകായുക്ത നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണമാണ് ഉത്തരവിട്ടിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിന്റെ എ വിഭാഗത്തിന്റെ വ്യക്തമായ അറിവോടുകൂടിയാണ് ഈ പരാതി നൽകിയതെന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ തന്നെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ കാര്യങ്ങളാണ് വാദിഭാഗം ലോകായുക്തയിൽ പറഞ്ഞത്. ഈ അന്വേഷണത്തിലെ കാര്യങ്ങൾ വാദിഭാഗത്തിന് ലഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവുണ്ട്. എ വിഭാഗത്തിന്റെ അറിവോടുകൂടി എ ഗ്രൂപ്പ് നേതാവായ ജോർജ് മേഴ്സിയർ മുഖേനയാണ് എ ഗ്രൂപ്പ് നേതാവും തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബർഗി ഫെർണാണ്ടസ് ഈ പരാതി ലോകായുക്തയിൽ നൽകിയിട്ടുള്ളത്. പാറ്റൂർ ഭൂമി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഉൾപ്പെടെയുള്ള പേരുകൾ പരാമർശിക്കുന്ന റിപ്പോർട്ട് ജേക്കബ് തോമസ് ലോകായുക്തയിൽ നൽകിയതായി സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനുശേഷമാണ് ജേക്കബ് തോമസിനെതിരെയുള്ള പ്രതികാര നടപടികൾക്ക് സർക്കാർ ഒരുങ്ങുന്നതെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമാണ് എ ഗ്രൂപ്പ് നേതാക്കൾ ലോകായുക്തയിൽ പരാതി നൽകിയിട്ടുള്ളത്. പ്രജീഷ്.